ഹലോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഞാൻ ഒരു കാര്യം പറയാം. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയാം, ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഈ വീഡിയോൻ്റെ താഴെയാണ് ഗൈസ് ആ വീഡിയോ ഇട്ടേക്കണേ. ആ വീഡിയോ കണ്ടിട്ടാണ് ഗൈസ് നിങ്ങൾ ഈ വീഡിയോ കാണാവുള്ളൂ. കാരണം ആ വീഡിയോ കണ്ടോലാണ് ഗൈസ് ഈ വീഡിയോ എന്താണ് മനസ്സിലാവുള്ളൂ ഗൈസ്. ആദ്യമേ തന്നെ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാം ഗൈസ്. നമ്മൾ ചെറുതായിട്ട് മോഡിഫിക്കേഷൻ ചെയ്തിരിക്കുന്നു. നമ്മുടെ താരല് ഒരു ഇത് എടുത്തു. പിന്നെ നമ്മുടെ റോക്സിന് ഒരു മരച്ചില്ല പോലത്തെ ഇത് കൊടുത്ത് ഗൈസ്. ഈ വണ്ടിക്കും ഒന്നും കൊടുക്കാൻ പറ്റില്ല, റേസിംഗ് ആണ് ഗൈസ്. പിന്നെ നമ്മളെ കളിക്കീര വണ്ടിക്ക് നമ്മള് ഗൈസ് ഇത് കണ്ട് ഗൈസ്, നമ്മുടെ ഇൻസ്റ്റയിൽ ഒരു ഫോട്ടോയാണ് റൊണാൾഡോ കൊടുത്തേക്കുന്നത്. അതൊക്കെ നമുക്ക് ഇനി നേരെ ഒരു സ്ഥലം വരെ പോവാം. നമ്മുടെ ഒരു കൂട്ടുകാരൻ നമ്മുടെ ഭൈരവൻ്റെ കൽക്കിയിലെ വണ്ടി എടുത്തുകൊണ്ട് പോവും ഗൈസ്. അത് എന്തിനാന്ന് ചോദിച്ചാൽ അവനെ കോളേജിൽ കൊണ്ട് ഗൈസ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു മലയിൽ പോയായിരുന്നു ഗൈസ്. എന്നിട്ട് അവിടുന്ന് വണ്ടി ചാടിക്കുമ്പോഴായിരുന്നു വീഡിയോ അവസാനിച്ചത്. അതിൻ്റെ ബാക്കിയാണ് ഗൈസ്. ഈ ഡോറൊക്കെ പറഞ്ഞു പോയി, ഒരു ശക്തിയില്ലാത്ത ഡോറ്. പിന്നെ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട് ഗൈസ് ഈ വീഡിയോയിൽ. അതെന്താന്നൊക്കെ ഞാൻ പറയാം, കണ്ടു തന്നെ അറിയുക ഗൈസ്. ഇതെന്താണ് ഗൈസ്, നമ്മളിവിടെ വണ്ടി ഒന്ന് നിർത്തി ഗൈസ്. വണ്ടിയിൽ നിന്ന് പതി ഏതാണ്ട് വരുന്നുണ്ടായിരുന്നു, നമ്മൾ ശരിയാക്കി ഗൈസ്. ഒന്ന് ഇടിച്ചു ഗൈസ്, വണ്ടി പൊട്ടിയിട്ടുണ്ട് ഗൈസ്, ഡോറല്ല ഗൈസ്. നിങ്ങളൊരു സാധനം ഒരു സർപ്രൈസ് ഉണ്ട് ഗൈസ്. അതിപ്പോൾ ഗൈസ് നിങ്ങൾ കാണും. ഇതേണ്ട ഗൈസ് ഒരു സർപ്രൈസ്. ഇതെങ്ങനെയുണ്ട് ഗൈസ്? നമ്മള് പുതിയതായിട്ട് പണിഞ്ഞെടുത്തൊരു ഇടിലം നെയ്മറിൻ്റെ ഒരു താറാണ് ഗൈസ്. നെയ്മറിൻ്റെ സ്റ്റിക്കർ വർക്കുണ്ട്. നമ്മൾ ഈ ഡോറിൻ്റെ അവിടെ നിങ്ങൾക്ക് കൊണ്ടുപോകുന്ന മഞ്ഞ ഇത് തന്നെ ഗൈസ്. നമ്മള് പുതിയതായിട്ട് എടുത്തതാണ്, നല്ലതാണ്. ഇത് മോഡിഫിക്കേഷൻ ആയിട്ടോ. പോലീസുകാരറിഞ്ഞ പ്രശ്നമാവോ എന്തോ ഗൈസ്, അറിഞ്ഞൂടാ. നമുക്കിപ്പോൾ നേരെ ഈ റൂട്ട് പിടിക്കാം. ഇതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചേസിനൊക്കെ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. നേരത്തെ നമ്മൾ ഇതിൻ്റെ ഡോറ് പറിച്ച് കളഞ്ഞു ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിക്ക് ഡോറ് വേണ്ട, കാരണം ഇത് ഡോറില്ലാത്ത ടൈപ്പ് വണ്ടിയാണ് ശരിക്കും. പിന്നെ നമ്മൾ ഡോറ് ചുമ്മാ വെച്ചതാണ്, അത് തന്നെ നമ്മൾ ലൂസാക്കി വെച്ച ഗൈസ്. നമുക്ക് ഇച്ചിരി പെട്രോൾ ഫുൾ ടാങ്ക് അടിച്ചില്ലെങ്കിൽ നമ്മൾ ഓഫ് റോഡാണ്. എപ്പോഴാണ് പോകണമെന്ന് പറയാൻ പറ്റും. പെട്രോൾ അടിച്ചിട്ട് അപ്പം നമ്മൾ പെട്രോൾ അടിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. നമുക്ക് നേരെ ഇനി നമ്മളെ സ്ഥലത്തേക്കും പോവാം ഗൈസ്. നമുക്ക് നേരെ മുന്നോട്ട് പോവാം. ഞാൻ പറഞ്ഞ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മുകളിലോട്ടാണ് ഗൈസ് പോയത്. ഞാൻ ഈ താഴത്തോട്ട് പോയിട്ടില്ല ഗൈസ്. നമ്മൾ ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിട്ട് നമ്മൾ ഈ താഴത്തോട്ടുള്ള വഴി പോയിട്ടില്ല ഗൈസ്. നമ്മൾ താഴത്തോട്ടുള്ള വഴി പോയിട്ട് പോയി നോക്കിയതേ ഇങ്ങോട്ട്. പിന്നെ നമ്മൾ ആ വീട്ടിൽ ജനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ പ്രേതം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ട്, പക്ഷെ രാത്രി
നിക്കണം, സേഫ് അല്ലേ ഗൈസ്? വണ്ടിക്ക് ലൈറ്റ് ഉണ്ടോന്നൊന്നും അറിഞ്ഞുകൂടാ ഗൈസ്. നമ്മള് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവിടുന്ന് പോകുന്നതാണ് ഗൈസ്. കാര്യം പറഞ്ഞ നമ്മള് ഒരു മാസമായി ഗൈസ് ഇവിടെ. എന്നിട്ട് ഞാൻ ഒരു മാസം ഇപ്പം നമ്മുടെ വീടിന് തൊട്ട് വൈകുന്നേരങ്ങളിലോട്ട് കഴിച്ചിടുള്ളൂ. എല്ലാ ദിവസവും ചിലപ്പോൾ കണ്ടന്റുകൾ ഇങ്ങനെ കിട്ടുമ്പോൾ ഓരോന്നായിട്ട് ഇടും ഗൈസ്. ഈ 2 വഴിയും മുകളിലോട്ട് തന്നെ. നമ്മൾ നേരത്തെ രാത്രി നിന്നായിരുന്നു. അപ്പം നമുക്ക് അറിഞ്ഞില്ല. നമ്മുടെ അപ്പൂപ്പനോട് ചോദിച്ചപ്പോഴാണ് ഗൈസ്, നിങ്ങളവർക്ക് അപ്പൂപ്പനെ വീഡിയോ കാണിക്കാൻ പറ്റില്ല. നമ്മളെ അപ്പൂപ്പൻ കൃഷി ബന്ധപ്പെട്ട പണിക്ക് പോയിട്ടാണ്. നമുക്ക് നേരെ വീട്ടിൽ പോവാം. ഇവിടെ പ്രേതം ക്രോധമൊന്നും ഇല്ലാന്ന് നിന്ന് തെളിക്കും. വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയുള്ളൂ. അതൊക്കെ കുഴപ്പമില്ല ഗൈസ്. നമുക്ക് ഗൈസ് അപ്പോഴത്തേക്ക് മഴ തുടങ്ങി ഗൈസ്. യാത്രയാറായിട്ട് വണ്ടിക്ക് ലൈറ്റൊക്കെ ഉണ്ടോ എന്ന് ദൈവത്തിനറിയാം. ഇതാണ് ഗൈസ് മഴ. ഇവിടെയൊക്കെയാണ് ഗൈസ് കുളിക്കേണ്ടത് ഗൈസ്. എന്താണെന്ന് അറിഞ്ഞൂടെ ഗൈസ്. ഇവിടെ അങ്ങനെ ഗൈസ് ഞാൻ വിചാരിച്ച പോലെ രാത്രിയായിരിക്കുന്നതാണ്. നമുക്ക് നേരെ പോവാം ഗൈസ്. നമുക്ക് പോവാം. കാര്യം ചെയ്തിട്ടാണ് ഗൈസ്. ഇപ്പൊ എന്നായാലും ഇവിടം വരെ വന്നതല്ലേ. ഇവിടെ വല്ലതും ഉണ്ടോന്നൊന്നും അറിയണല്ലോ. നമ്മളെ ഒരു കിഴില സാധനം എടുത്തിട്ടുണ്ട്. ഇതെടുത്ത് നമുക്ക് ഈ വീട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വണ്ടി കിട്ടി ഞാൻ വെടിവെക്കാൻ ഒന്നും പറ്റില്ല ഗൈസ്. വണ്ടി പൊട്ടിത്തെറിച്ചു ഗൈസ്. നമ്മളെങ്ങനെ പോവും ഗൈസ്? അയ്യോ ഗൈസ്, നമ്മളിനി ഇവിടെ ആണെങ്കിൽ നമ്മുടെ സ്വന്തം വണ്ടി എടുക്കേണ്ട ടൈം പോകുന്ന വെച്ച ഈ വീട്ടിലൊരു സേഫ് കിടിലം വണ്ടി ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ആ വണ്ടി എടുക്കേണ്ട സമയം വന്നിരിക്കുന്നു ഗൈസ്. ദ ഗ്രേറ്റ്. ആ വണ്ടി നിങ്ങളായിട്ട് തന്നെ കണ്ടു. 2 ബോംബൊക്കെ പൊട്ടിച്ചുണ്ട്. ദിസ് ഈസ് മൈ ഗോസ്റ്റ്. ഈ വണ്ടീൻ്റെ പ്രത്യേകത നമ്മൾ കൺട്രോൾ ചെയ്യാനുള്ള ഗൈസ്. ഞാൻ ഈ വണ്ടി കൺട്രോൾ ചെയ്യുന്നില്ല ഗൈസ്. വേണമെങ്കിൽ നിങ്ങൾ നോക്കിയോ. ഞാൻ എവിടെയെങ്കിലും ടച്ച് വർക്കാവുന്നുണ്ട് ഗൈസ്. നമ്മൾ തന്നെ ഓടിക്കുന്നത്, പക്ഷെ തന്നെ ഓടും ഗൈസ് നമ്മുടെ ഈ വണ്ടി. ഈ വണ്ടി ഞാൻ ഇത്രയും നാൾ കാണിക്കാത്തത് ഓടുന്ന കണ്ടീഷനൊക്കെ ആയിരുന്നു.
കുറെ വർഷങ്ങളായി നമ്മളെ അപ്പൂപ്പൻ്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന വണ്ടി ഇപ്പോഴും ഓരോന്നൊക്കെ. നമ്മൾ ഈ വണ്ടി അങ്ങ് ബ്ലാസ്റ്റ് ചെയ്യാൻ പോകും. ഈ വണ്ടി അങ്ങ് പൊട്ടിക്കാൻ പോവാ ഗൈസ്. നമ്മുടെ ഇവിടുന്ന് ചാടിക്കാൻ എന്ത് പറ്റുമെന്ന് അറിഞ്ഞു ഗൈസ്. ഇത് ബുള്ളറ്റ് പ്രൂഫ് അല്ല ഗൈസ്. ചിലപ്പോൾ നമ്മൾ മരിക്കും. വണ്ടിക്ക് നമ്മൾ വീണ് ഗൈസ്. നടക്കാനൊന്നും വണ്ടീൻ്റെ കണ്ടീഷനൊക്കെ മോശം. ഈ വണ്ടി ലോകത്ത് വേണ്ടത്. നമ്മൾ ഇവിടെ വെച്ചാൽ പൊട്ടി നശിപ്പിക്കുകയാണ്. നമ്മുടെ ജീപ്പ് പോയി ഗൈസ്. അത് പൊങ്ങി പോകും. ഞാൻ ബോംബ് ഇട്ടിട്ട് വണ്ടി ഓടിച്ചാൽ പൊട്ടിച്ചാവില്ല. ബോംബ് പൊട്ടിയാണെങ്കിൽ ഫോണിലൊരു സ്വിച്ച് പിടിച്ച് നോക്കിയാൽ വണ്ടി ചാടിക്കാൻ. വണ്ടി ഒന്ന് ചാടിക്കാൻ. ഇവിടുന്ന് ഗൈസ് നമ്മളെ പെട്രോൾ പമ്പിൽ എത്തിയിട്ടുണ്ട്. എന്താ പറ്റണെന്നൊന്നും പറയാൻ പറ്റില്ല ഗൈസ്. റെഡി സ്റ്റഡി.